ദൈവത്തെ അവിടുത്തെ ആരാധിക്കുകയും ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ നമ്മളിൽ സജീവമാക്കപ്പെടുന്നതിനും പ്രവർത്തനമാക്കപ്പെടുന്നതിനും ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 7 ദാനങ്ങളുടെ വിശിഷ്ടമായ ഉറവിടമായ പരിശുദ്ധാത്മാവെ, 7 ദാനങ്ങൾ ഞങ്ങളിൽ ആഴത്തിൽ വേരുറപ്പിക്കുന്നതിനും വളരുന്നതിനും അങ്ങനെ ദൈവത്തിന്റെയും അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെയും വ്യക്തിത്വത്തിലേക്ക് ഞങ്ങളുടെ വ്യക്തിത്വവും ആഴത്തിൽ രൂപപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഇടയാക്കണമേ. 7 ദാനങ്ങളുടെ കാവൽക്കാരനും ഉറവിടവും തുണയുമായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 7 ദാനങ്ങൾ ആഴത്തിൽ വേരുറപ്പിക്കുവാൻ ഞങ്ങൾ ഈ സമയം ആഴത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധമയിൽ നിറഞ്ഞു നിന്നിരുന്ന 7 വിശിഷ്ട ദാനങ്ങൾ, നീതിമാനായ വിശുദ്ധ യോസേപ്പ് പിതാവിൽ വിളങ്ങി നിന്നിരുന്ന 7 ദാനങ്ങൾ സകല വിശുദ്ധരുടെയും ജീവിതത്തിൽ ആഴത്തിൽ പരിപോഷിപ്പിക്കപ്പെട്ടിരുന്ന 7 ദാനങ്ങൾ ഞങ്ങളുടെയും ജീവിതത്തിന്റെ ആഴത്തിൽ വേരുറപ്പിക്കപ്പെടുന്നതിന്, തിളങ്ങി നിൽക്കുന്നതിന്, ആഴത്തിൽ അത് സജീവമാക്കപ്പെടുന്നതിനൊക്കെ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, 7 ദാനങ്ങളുടെ വിശിഷ്ടമായ ഉറവിടമേ, അവിടുന്ന് ഞങ്ങളിലും നിറയണമേ, സജീവമാക്കപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഓരോ ദാനങ്ങളെ കുറിച്ചും ഒന്ന് വ്യക്തമായി കണ്ട് നമുക്ക് പോകാൻ ശ്രമിക്കാം. വരപ്രസാദം, ഗിഫ്റ്റ് എന്നാണ് അതിനെ ദാനങ്ങൾ വിളിക്കുന്നത്. വരപ്രസാദം എന്നുള്ളതാണ് അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ, വാസനകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാണുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-2 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. കിട്ടിയോ? യേശയ്യാ 11:1-2. യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു വിള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഓക്കെ. അപ്പൊ യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് പറക്കുന്നവൻ ദൈവത്തിന്റെ ദാനങ്ങളാൽ നിറയപ്പെടുമെന്ന് യേശയ്യാ പ്രവാചകൻ സൂചിപ്പിക്കുന്ന അതേ കാര്യം തന്നെ 2 കൊരിന്തോസ് 7:1 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതിനാണ് ജ്ഞാനം, വിസ്ഡം. ഇവിടെ അറിവ് എന്നുള്ളത് ലോകകാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് ഉള്ള ചിന്തകളല്ല ഇവിടെ വരുന്നത്. മറിച്ച് സ്വാഭാവികവും അതിസ്വാഭാവികവുമായ കാര്യങ്ങൾ വിലയിരുത്താൻ ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വലിയ വിസ്ഡം, വലിയ ജ്ഞാനം നമ്മളിൽ ആഴത്തിൽ രൂപപ്പെടും. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വ്യക്തിപരമായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ ഹിതം എന്താണ്, നാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചിന്ത എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ്. ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ വായനയിലൂടെയും നമ്മുടെ കേൾവിയിലൂടെയും നമ്മുടെ കണ്ടെത്തലിലൂടെയും ഒക്കെ ആ ഒരു ജ്ഞാനം, ഭൗതികമായ ഒരു ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ, ഇവിടെ ദൈവീയ ഹിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ അങ്ങനെ ഉറപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയും 1 കൊരിന്തോസ് 1:24 കൊളോസസ് 1:19 ഒക്കെ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ഈ ദാനങ്ങളെക്കുറിച്ച് പറയാം. കൊളോസസ് 1:19 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? പൗലോസ് ശ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഒന്നാം അധ്യായം 19-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അവരിൽ സർവസമ്പൂർണതയും നിർവഹിക്കണമെന്ന്, അല്ല ഉണ്ടാവണമെന്ന്. അപ്പൊ ഈ ദൈവത്തിന്റെ ദാനങ്ങൾ, ഈ ജ്ഞാനം നമ്മളിൽ ഉണ്ടാവണം. ആ സർവസമ്പൂർണതയിൽ നിന്നും നമ്മൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള, അവിടെയാണ് ജോസഫിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. ജോസഫ് സ്വപ്നം കാണുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചാണ്. ആ ഹിതം മനസ്സിലാക്കിയ ജോസഫ് തൻ്റെ ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫറവോയുടെ അവിടെ ചെല്ലുമ്പോൾ, തുടർന്ന് സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുകയും
തന്നെ വിറ്റ സഹോദരന്മാർ അവൻ്റെ ആ പക്കൽ വരുമ്പോഴും ദൈവം ഇത് നേരത്തെ അറിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിട്ടതാണെന്ന് പറയുമൊക്കെ ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ചിന്തകൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജ്ഞാനത്തിലൂടെ ജീവിതത്തെ മുഴുവൻ നോക്കിക്കാണാനും മുന്നോട്ട് പോകാനും പരിശ്രമിക്കുമ്പോൾ ആ ഒരു ജ്ഞാനം നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവഹിതം നിറവേറ്റാനുള്ള വലിയ വഴികളിലൂടെ നടക്കുമെന്നുള്ളത്. യേശുക്രിസ്തു പറയുന്നത് എന്നെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഹിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു എന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഹിതത്തെ മനസ്സിലാക്കിയ ആ ജ്ഞാനം, അതിന് യെസ് എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം മുഴുവൻ ആ ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് നിലകൊണ്ട പരിശുദ്ധ അമ്മയുടെ, അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായും പരിശുദ്ധ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നീതിമാനായ യോസേപ്പ് പിതാവ് ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജ്ഞാനത്തിലൂടെ ജീവിതം മുഴുവൻ അതിനായി സമ്പൂർണമായി സമർപ്പിച്ച യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന് മുഴുവൻ വെളിച്ചത്തിൽ നിന്നുകൊണ്ടും നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ ഒരു വലിയ ജ്ഞാനം നമ്മളിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതത്തെ, ഞാൻ നിങ്ങളുമൊക്കെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം എന്താണ്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഹിതം എന്താണ്, ഞാൻ ആയിരിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ ദൈവിക ഈ ദാനം, ഈ ജ്ഞാനം നമ്മളിൽ വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഈ വലിയ നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ മുഴുവൻ പീഡാസഹനങ്ങളെയും ആ സഹനങ്ങളെയും ആ പ്രതിസന്ധിയെയും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ മുഖത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. പരിശുദ്ധ കന്യാമറിയം തൻ്റെ പ്രിയപുത്രൻ കഠോരമായ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ മുമ്പിൽ പരിപൂർണ നഗ്നനായി ശരീരം മുഴുവൻ ചാട്ടവാറുകൊണ്ട് കഠിനമായി പ്രഹരിക്കപ്പെട്ട മാംസങ്ങളെല്ലാം തെറിച്ചുപോയി ശിരസിൽ മുൾമുടി അടിച്ചിറക്കി കാണാൻ മാത്രം വിരൂപവും വികൃതവുമായ തൻ്റെ പ്രിയപുത്രൻ കുരിശിൽ കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ചിത്രം, ഈ ഒരു ദൈവത്തെ ഹിതത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെയും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിക്കുവാൻ, അവിടെ ദൈവഹിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മെ ഇടയാക്കുകയാണ്. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു രണ്ടമ്മമാർ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിന് രണ്ട് അവകാശികൾ വന്നപ്പോൾ സോളമൻ ഈ ജ്ഞാനം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ തിരുവചനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ദൈവീക ജ്ഞാനം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനം നമ്മളിൽ വർദ്ധമാനമാകുവാൻ, അത് ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും, അത് സ്വാഭാവികമോ അതിസ്വാഭാവികമായ ഏത് കാര്യങ്ങളായാലും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്ത്. അതുകൊണ്ട് ഈ ദാനം, ഈ ജ്ഞാനം നമ്മളിൽ വിസ്ഡം വർദ്ധമാനമാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്തുകയും ചെയ്യാമെന്നുള്ളതാണ്. രണ്ടാമത്തത് ബുദ്ധി, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ദിവ്യരഹസ്യങ്ങളുടെ ആന്തരികാർത്ഥ്യം, ദൈവഹിതത്തെക്കുറിച്ചുള്ള, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ദിവ്യമായ നമ്മെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും, അത് ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മെക്കുറിച്ചുള്ള ദൈവിക ചിന്തകൾ നമ്മെ വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും കുമ്പസാരം എന്ന കുദാശയിലൂടെയും മറ്റ് സഭയുടെ കൗദാശിക മാനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം ഏതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് തിരിച്ചറിയാനുള്ള ദിവ്യ രഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥം വചനം വായിക്കുമ്പോൾ ആഴത്തിൽ തുറന്നു കിട്ടാൻ. അതാണ് ഫ്രാൻസിസ് സേവ്യറെ കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ടാണ് പറയുന്നത്, ഫ്രാൻസിസ് സേവ്യർ ദൈവവചനം വായിച്ചപ്പോൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്താണ് പ്രയോജനം എന്നുള്ളത്. ആ ദൈവവചനമാണ് ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതും ക്രിസ്തുവിൻ്റെ പക്കലേക്ക് തിരിയാനിടയാകുന്നതും തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഇടയാക്കുന്നതുമെന്ന് നമ്മൾ അറിയുകയാണ്. 1 കൊരിന്തോസ് 3:16 ഒന്ന് വായിക്കാവോ? 1 കൊരിന്തോസ് 3:16.
നിങ്ങൾ ദൈവത്തിന്റെ ആലയ 16 ആ 3:16. ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ആ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ആലോചനയിലും ഒക്കെ ഈ ദൈവാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ഓരോ സമയവും ദൈവം നമ്മോട് സംസാരിക്കുന്നത് തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു വിവേചന ബുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം, തീയിൽ തൊട്ടാൽ പൊള്ളുമെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടിയാൽ നമ്മുടെ ജീവിതം തകർന്നു പോകുമെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ വിഷം കഴിച്ചാൽ മരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും നമുക്കുണ്ട്. എങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കാനുള്ള ആ ദൈവവചനത്തിൻ്റെയും കൗദാശിക മാനങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ദൈവം നമ്മോട് വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ബുദ്ധി നമ്മളിൽ ആഴത്തിൽ പ്രവർത്തനക്ഷമമാക്കണം. നമുക്ക് ഭൗതികമായ ബുദ്ധിയുണ്ട്, പല കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയുമുള്ള ഒരു ബുദ്ധി നമുക്കുണ്ട്. അത് വളരെ സ്വാഭാവികമായ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും ആഴത്തിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. അത് ഏറ്റക്കുറച്ചിലും ഉണ്ടാവും. ഒപ്പം ഇത് കുറെ കൂടി ആഴത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വമായിരുന്നു ബുദ്ധി. അവിടെ നമുക്കറിയാം, നികുതി കൊടുക്കണമോ വേണ്ടയോ എന്നത് ചോദിക്കുമ്പോൾ ആ ബുദ്ധിയിലൂടെ ക്രിസ്തു ആ ദൈവീക ദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നാണയം കൊടുത്തുകൊണ്ട് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചിന്തകളെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മൾ നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ ജീവിതം നമ്മളെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു തലത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ മറിയം ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന ബുദ്ധി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് യെസ് പറയുന്നു ഞാൻ പറഞ്ഞു. യൗസപിതാവും ആ അർത്ഥത്തിൽ തന്നെ ബത്ലഹേമിലേക്ക് മാതാവിനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ യൗസപിതാവ് പരിശുദ്ധ മറിയത്തെയും കൂട്ടി ബത്ലഹേമിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് പിന്നീട് ഈജിപ്തിലേക്ക് അവിടുന്ന് പലായനം ചെയ്യുന്നുണ്ട്. തിരിച്ച് നസ്രത്തിൽ അവിടുന്ന് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ദൈവത്തിൻ്റെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതനുസരിച്ച് ജീവിതത്തെ മുഴുവൻ ക്രമപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും യോസേപ്പിതാവിൻ്റെയും അബ്രാഹത്തിൻ്റെയും ഇസഹാക്ക് യാക്കോവും തുടർന്ന് അപ്പസ്തോലന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്നും ആ ആത്മാവിൻ്റെ ദാനമായ ബുദ്ധി നമ്മളിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തത് അറിവ്, നോളജ്. മാനുഷികമായി ബുദ്ധി ഉപയോഗിച്ച് നേടുന്ന താത്വികമോ ശാസ്ത്രപരമായോ അറിവല്ല, ദൈവം നൽകുന്ന വിശ്വാസ സത്യങ്ങളെയും യേശുവിനെ കുറിച്ചുള്ള ആഴമായ വിശ്വാസം ഉറപ്പും നൽകുന്ന ദാനമാണ് അറിവ്. ഭൗതികമായ ജ്ഞാനമുണ്ട്. നമ്മൾ ധാരാളം കാര്യങ്ങൾ വായനയിലൂടെയും കേൾവിയിലൂടെയും മനസ്സിലാക്കലിലൂടെയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു അറിവുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവം നൽകുന്ന വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് ഇത് മൂന്നും ഒരുമിച്ച് പോകുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആ മൂന്ന് തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിയുടെ ആണെങ്കിലും നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞേ, ജ്ഞാനത്തെക്കുറിച്ചാണ്. ജ്ഞാനം, ബുദ്ധി, അറിവ്, ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പം ജ്ഞാനം, അറിവ്, ബുദ്ധി ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കാനുള്ള ജ്ഞാനത്തിലേക്കും അതിലൂടെ അത് നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനത്തിൻ്റെയും കൗദാശമാനങ്ങളുടെയും വെളിച്ചത്തിൽ എന്താണെന്ന് അറിയാനുള്ള ബുദ്ധിയും, അവിടുന്ന് എന്താണ് ദൈവം ഈ വിശ്വാസ സത്യങ്ങളിലൂടെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എന്നുള്ള വലിയ അറിവ്, നോളജ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് നേടുന്ന താത്വികമോ ശാസ്ത്രപരമായ അറിവല്ല, അത് നമുക്കുണ്ട്. മാനുഷിക ബുദ്ധി നമുക്കുണ്ട്. മറിച്ച് ഇത് അല്പം കൂടി ആഴത്തിൽ ദൈവം നൽകുന്ന വിശ്വാസ സത്യങ്ങളെ യേശുവിനെ കുറിച്ച് ദൈവം നമ്മോട് തൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അറിവിനനുസരിച്ച് ജീവിതത്തെ ഉറപ്പിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്
യോഹന്നാൻ 17:3 വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 17:3. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം ഏകസത്യമായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഒരു അറിവിനെ കുറിച്ചാണ്. നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ഈ ജ്ഞാനം ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച്, നിത്യജീവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നിത്യജീവൻ ലക്ഷ്യമാക്കി എങ്ങനെ നമ്മുടെ അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും മൂല്യത്തിൻ്റെയും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ ഉറപ്പിൽ നിന്നുകൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാനായിട്ടാകുമെന്നാണ്. അതിനാണ് ഫിലിപ്പിയർ 3:8. ഫിലിപ്പിയർ 3:8 കൂടെ വായിച്ചോളൂ. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. പൗലോസ്ലീഹയുടെ വാക്കാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനം വിലയുള്ളതാകയാൽ ബാക്കി എല്ലാം ഉച്ഛിഷ്ടം പോലെ കളയാനായിട്ട്, ബാക്കി ഈ ലോകത്തിന്റെ എല്ലാ അറിവുകളും എല്ലാ ചിന്തകളും അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ അതൊക്കെ പുറകേക്ക് പിന്തള്ളാനായിട്ട്, മാറ്റിവെക്കാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന അറിവും ജ്ഞാനവും ബുദ്ധിയും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാകയാൽ അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ, ഏറ്റവും മുമ്പിൽ നിൽക്കാൻ, ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് നമുക്ക് നൽകുന്ന, യേശുക്രിസ്തു നമുക്ക് നൽകുന്ന അറിവ്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ അറിവ്, അത് ഈ ലോകത്തിലെ സർവ വിധത്തിലുള്ള മാനുഷികമായ ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം വെറുതെയാണെന്ന് തോന്നുമ്പോൾ പോലും ആ ലോകത്തിൻ്റെ അറിവുകളെയും ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും പുറകേക്ക് പിന്തള്ളുവാൻ, കളയുവാനും ഈ ദൈവം നൽകുന്ന, ക്രിസ്തു നൽകുന്ന അറിവ് ഏറ്റവും വിലയുള്ളതാകയാൽ അതിനെ മുൻപിൽ നിന്നുകൊണ്ട് ആ ചിന്തയോടെ ജീവിക്കാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. അപ്പം ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അറിവിൻ്റെയും ആത്മാവ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് കുറെ കൂടി ദൈവീക ജ്ഞാനത്തിലും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദൈവീക കാര്യങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ അറിവിലും വിശ്വാസ സത്യത്തിലും വളരുന്നതിന് ഈ പരിശുദ്ധാത്മാവ്, ഈ വ്യക്തിത്വത്തിലേക്കാണ് നാം വളരേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനങ്ങൾ നമ്മളിൽ നമ്മളെല്ലാവരിലും ഉണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രവർത്തനക്ഷമമാകുന്നു, എത്രമാത്രം അവ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കുന്നുണ്ട്, ആ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്, ആ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാലാമതാണ് ആലോചന, കൗൺസിൽ. വിഷമകരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, അതിന് തക്ക മറുപടി നൽകാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വളരെ പ്രതികൂലവും പ്രതിസന്ധി നിറഞ്ഞതുമായ കാര്യങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കണം, എന്തു ചെയ്യണം എന്ന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ആലോചന എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ മേഖലകളിൽ അല്ലെങ്കിൽ മുന്നോട്ട്, ഇപ്പോൾ എൻ്റെ മൂത്തവള് +2 കഴിഞ്ഞ് അടുത്ത് എന്ത് പഠിക്കണം, ഏതിന് പോകണം, വിഷമകരമായ ധാരാളം കോഴ്സുകളും ധാരാളം കാര്യങ്ങളും ഉള്ളതിനിടയിൽ ഞാൻ അവളോട് പറഞ്ഞടി, നീ ഈശോയോട് ചോദിക്കണം, കുർബാനയിൽ ദിവസം പങ്കെടുക്കുമ്പോൾ നീ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ ഏത് കാര്യമാണ്, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, പരിശുദ്ധമാവേ നീ എന്നോട് സംസാരിക്കണം. അപ്പം അങ്ങനെ വിഷമകരമായ കോഴ്സുകളുടെ കാര്യത്തിലാവാം, ഒരാൾ ഒരു കാര്യം വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എങ്ങനെ മറുപടി പറയണം എന്നുള്ളതിനെക്കുറിച്ചാവാം. ജീവിതത്തിലെ സങ്കീർണമായ പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, മറുപടി പറയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാവാം. അപ്പോൾ ദൈവം തരുന്ന ഈ ആലോചനയുടെയും ചിന്തകളുടെയും അറിവിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രതികൂലമായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എന്ത് തീരുമാനമെടുക്കണം, എന്ത് കാര്യങ്ങളിലാണ് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ആലോചിക്കാനായിട്ട്. ഇവിടെ പരിശുദ്ധ അമ്മ ഔസേപ്പിതാവിൻ്റെ ചിത്രവും മനോഹരമാണ്. പരിശുദ്ധ അമ്മയുടെ പക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന് നിൽക്കുമ്പോൾ എന്ത് മറുപടി പറയണം, യെസ് എന്ന് പറയണോ, നോ എന്ന് പറയണോ? അങ്ങനെ വലിയ സങ്കീർണമായ കാര്യത്തിൽ ദൈവാത്മാവിൻ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് പരിശുദ്ധ മറിയം യെസ് എന്ന് മറുപടി പറയുന്നത് നമ്മൾ കാണുന്നു. എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതാവാൻ വഴിയില്ല.
മറിച്ച് അതിന് പിന്നിൽ നടക്കുന്ന ഒരു സങ്കീർണമായ പ്രതിസന്ധിയുണ്ട്. യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഗർഭിണിയാണ് എന്ന് അറിയപ്പെടുമ്പോൾ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനുള്ള വളരെ സങ്കീർണമായ പ്രതിസന്ധിയിൽ അവിടുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനമെടുക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കണമോ വേണ്ടയോ എന്നുള്ള സങ്കീർണമായ കാര്യത്തിൻ്റെ നടുവിലുണ്ട്. നമുക്കറിയാം, ഈശോ ജെറുസലേമിലേക്ക് ദേവാലയത്തിൽ തിരുനാളിന് പോകാൻ അപ്പസ്തോലന്മാർ എല്ലാം വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് ആ തിരുനാളിന് പോകുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ള സങ്കീർണമായ കാര്യത്തിൽ ആത്മാവ് നൽകുന്ന പ്രചോദനത്തിനനുസരിച്ച്, പ്രേരണയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ ചിത്രം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഓരോ വിശുദ്ധരെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ സങ്കീർണമായ മേഖലകളിൽ സുവിശേഷം പറയാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോഴാവാം മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ ട്രെയിനിൽ യാത്രയിൽ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞിട്ട് 5 രൂപയുമായി താൻ ഇതുവരെ ജീവിച്ച കോൺവെന്റിന്റെ മതിൽക്കെട്ടിൽ നിന്ന് പുറത്തു പോകണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് ദൈവാത്മാവിൻ്റെ ആലോചനയാൽ ആ വിഷമകരമായ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന മദർ തെരേസയുടെ ജീവചരിത്രത്തെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഭാഗ്യമരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ജീവിതത്തിൽ കരിങ്കൽ കോറയിൽ അധ്വാനിച്ച് പണിയെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും പരിശുദ്ധാത്മാവ് ഈ ചിന്ത നൽകുന്നുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായ ധാരാളം സമയങ്ങളിൽ ഈ ആത്മാവ് ആലോചനിച്ച് തീരുമാനമെടുക്കാൻ നമ്മെ സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:20 നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 1 കൊറിന്തോസ് 5:11 ഒന്ന് വായിക്കാം. 1 കൊറിന്തോസ് 5:11. ജ്ഞാനം 12:3-6 ഉണ്ട്, നിങ്ങൾ പിന്നെ ഒന്ന് വായിച്ചാൽ മതി. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. ഓക്കെ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവഹിതത്തിനനുസൃതമായി എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്, വളരെ വ്യക്തതയോടെ നമുക്കറിയാം ഈ കാലഘട്ടം വളരെയേറെ മതപരമായ സ്പർദ്ധ വളർത്തുന്ന, അല്ലെങ്കിൽ മത തീവ്രവാദം വർദ്ധമാനമാകുന്ന, മനുഷ്യബന്ധങ്ങളൊന്നും വിലയില്ലാത്തതായി മാറുന്ന, അത് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ പേരിൽ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുദിനം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിൽ എങ്ങനെ പോകണമെന്ന് നമ്മെ വളരെ കൃത്യമായി നയിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ചുറ്റുപാടുകളിലൊക്കെ എങ്ങനെയാണ് വർദ്ധമാനമാകേണ്ടത്, ജീവിക്കേണ്ടത്, പര്യാലോചിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കണം, പെരുമാറണം എന്നൊക്കെ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെക്കുറിച്ച്, പരിശുദ്ധാദാനത്തെക്കുറിച്ചാണ് നൽകുന്നത്. അത് നമ്മൾ കുറേ കൂടി വിവേകത്തോടെ നമ്മളിലൊക്കെ ആഴത്തിൽ ആ ഒരു ബന്ധത്തിൽ വളരാനായിട്ട് നമുക്ക് ഇടയാകണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 5-മത്തത് ആത്മശക്തിയാണ്. നമ്മൾ ദൈവാത്മാവ് നമ്മെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി മനസ്സിലാക്കി അത് ഏത് പ്രതികൂലങ്ങളുടെ ഇടയിലും ഉറച്ചു നിൽക്കാനുള്ള ശക്തിയാണ് ആത്മശക്തി, ഫോർട്ടിറ്റ്യൂഡ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സ്വീകരിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് എന്താണ് ദൈവവചനത്തിലൂടെ കൗദാശിക മാനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ദൈവം നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനം വിലയുള്ളതാകാൽ യേശുക്രിസ്തു നമ്മോട് സംസാരിക്കുന്ന സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനുള്ള വലിയ ചിന്തകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ശക്തി ചോദിച്ച് അങ്ങനെ സ്വീകരിച്ച കാര്യത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഉറച്ചു നിൽക്കാനായിട്ട് നമ്മെ ഉള്ള ശക്തിയാണ് ആത്മശക്തി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത് പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിൻ്റെയും ഈശോയുടെയും അപ്പസ്തോലന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ നിന്നുകൊണ്ടും തുറന്നിങ്ങോട്ട് വരുമ്പോൾ എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും തങ്ങൾ സ്വീകരിച്ച ഈ വിശ്വാസ സത്യങ്ങളിൽ
ക്രൈസ്തവ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ആത്മശക്തി. ഇന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ, ധാർമ്മികതയില, വിശ്വാസ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മശക്തി വേണം, അല്ലെ? തടവറയില് സ്തുതിക്കുന്ന പൗലോസും സീലാസിനെ ഒക്കെ സൂചിപ്പിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ഇനി മേലാൽ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കരുത്, സംസാരിച്ചാൽ ചാട്ടവാറങ്ങൾ അടിക്കപ്പെടും, ജയിലിൽ ആക്കുമെന്നൊക്കെ പറയുമ്പോഴും അവർ സ്വീകരിച്ച വിശ്വാസ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ആത്മശക്തിയെ കുറിച്ചാണ്. ഈ ആത്മശക്തി നമുക്കില്ലെങ്കിൽ, ഈ ദാനം നമുക്കില്ലെങ്കിൽ, നമുക്ക് ഉറച്ചു നിൽക്കാനായി ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടാവില്ല. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ തീരുമാനം എടുക്കും, 2 ദിവസം കഴിയുമ്പോൾ ചഞ്ചല ചിത്തരാവും, അല്ലെ? ഈശോ പറയുന്ന പോലെ തന്നെ വെള്ളത്തിന് മുകളിൽ ഇളകുന്നത് പോലെയാണ് നമ്മൾ തീരുമാനമെടുക്കാനായിട്ട്. നമ്മൾ ജനുവരി 1-ാം തീയതി തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഈ 50 നോയമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും. അത് കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതെല്ലാം വ്രതാവിലായി, വെള്ളത്തിലായ പോലെയായി. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ, സത്യത്തിലും നീതിയിലുമൊക്കെയുള്ള ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന് നമുക്ക് അറിയാം, നട്ടല് വേണമെന്നൊക്കെ സാധാരണ ആൾക്കാർ പറയല്ലേ. ആ നട്ടലോടുകൂടി ഉറച്ചു നിൽക്കാനായിട്ട്, അല്ലെ, ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉറച്ചു നിൽക്കുകയാണ്, ഉറപ്പോടെ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രന് അത്രയും കഠിനമായ പീഡകളിലൂടെ പോകുമ്പോഴും ആത്മശക്തി, അത്രമാത്രം ഉറച്ചു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം അമ്മയിൽ വളരെ വിളങ്ങി നിൽക്കുന്നത്, പ്രകാശിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പസ്തലന്മാരുടെ ജീവിതത്തിലും ഈ ആത്മാവിൻ്റെ ദാനങ്ങളിൽ സജീവമാക്കപ്പെടുമ്പോൾ പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ ഉറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം, അല്ലെ? അപ്പസ്തലനെ ഈ ആടിൻ്റെ തൊലി ഉരിയുന്നത് പോലെ ഉരിയുമ്പോഴും, എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോഴും, തലകീഴായി കുരിശി തറയ്ക്കുമ്പോഴും, വളരെ അത് ശാരീരികമായ മാത്രമല്ല മാനസികമായ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ആത്മശക്തി നിറയാൻ സ്വീകരിക്കാനായിട്ട്, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ആത്മശക്തിയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴും ദൈവഭക്തിയിൽ, ദൈവത്തോടുള്ള പുത്രീ സഹജമായ സ്നേഹത്തിൽ, ദൈവീക ഭക്തിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വളരെ പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും ദൈവത്തോടുള്ള, ദൈവം എൻ്റെ പിതാവാണെന്നും ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥ കൂടാതെ ഞാൻ ആയിരിക്കുന്ന വിധം സ്നേഹിക്കുന്നു എന്നുള്ള വലിയ അവബോധത്തിൽ, വലിയ അനുഭവത്തിൽ, തിരിച്ച് ദൈവത്തെ എൻ്റെ പിതാവാണ് എന്നുള്ള വലിയ ബന്ധത്തിൽ, ആ പിതാവിൻ്റെ സ്വരം കേട്ട് പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കി ആ പിതാവിനോടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ഫിലിപ്പിയർ 1:21 വായിച്ചോളൂ. കിട്ടിയോ? ഫിലിപ്പിയർ 1:21. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ സഭയിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവഭക്തി എന്നുള്ളത് നമ്മൾ കുറേ ഭക്താനുഷ്ഠാനങ്ങൾ ചെയ്യുക, കുറേ പ്രാർത്ഥനകൾ എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് ദൈവത്തോടുള്ള പുത്രീ സഹജമായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ ആ അപ്പനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രവർത്തനങ്ങളും ഒക്കെ ആ ജീവിതത്തിൽ വരും. നമുക്കറിയാം, നമ്മുടെ അപ്പനോടുള്ള, അമ്മയോടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആ മാതാപിതാക്കളോടുള്ള, എൻ്റെ അപ്പൻ അമ്മ എന്ന നിലയിലുള്ള വലിയ ബന്ധത്തിൽ നിന്നാവും. അതേപോലെയുള്ളൊരു ബന്ധത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ചാണ് ദൈവഭക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. 7-മത്തത് ദൈവഭയം, ഫിയർ ഓഫ് ദ ലോർഡ്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കാനുള്ള കാര്യമാണ് ദൈവഭയം. അല്ലെങ്കിൽ ദൈവത്തെ പേടിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കലല്ല, ദൈവത്തെ ഭയപ്പെട്ടിട്ട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ശിക്ഷിക്കും, എന്നെ ദ്രോഹിക്കും, എൻ്റെ ജീവിതം മുഴുവൻ തകർന്നു പോകും എന്നുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് എൻ്റെ അപ്പനോടുള്ള, അമ്മയോടുള്ള, എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവിനോടും മാതാവിനോടുമുള്ള ആ ബന്ധത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്തതോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനുള്ള ആ ഭയത്തെക്കുറിച്ചാണ്, സ്നേഹത്തിൽ നിന്നുള്ള ഭയമാണ്. പ്രഭാഷകൻ 21:1 ഒന്ന് വായിച്ചോളൂ.
കിട്ടിയ മകനെ, പ്രഭാഷകന്റെ നീ പുസ്തകത്തിൽ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. ഇവിടെ അടുത്ത് ചെന്നാൽ പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തോടുള്ള ഒരു പിതാവിനോടുള്ള ദൈവഭക്തി, ആ ദൈവഭക്തി എന്ന് പറയുന്ന ആ ദാനം നമ്മളിൽ വർദ്ധമാനമാകുമ്പോഴാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന്, സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. പാപം ചെയ്യാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഓരോ നിമിഷവും മുന്നിൽ വരുമ്പോഴും എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തെക്കുറിച്ചും പിതാവിന് എന്നെക്കുറിച്ചുള്ള, നമുക്ക് ജോസഫിന്റെ ചിത്രം തന്നെ ഇവിടെ കാണാം. പൊത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് ജോസഫ് പുറങ്ങുപ്പായം പോലെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടുന്നത് എൻ്റെ പിതാവിന് അത് ഇഷ്ടമുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കാനുള്ള ഓട്ടമാണ്. പൊത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് ഓടിയാൽ തന്നെ കൊന്നുകളയുമെന്നും തൻ്റെ ജീവിതം അപകടത്തിലാകുമെന്നും ഒക്കെ ജോസഫിന് അറിയാമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അത് ചെയ്യാതിരിക്കാനുള്ള ഓട്ടത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ എല്ലാ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും ഓടി അകലാനുള്ള എൻ്റെ പിതാവിനോടുള്ള ബന്ധം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ, ആ അപ്പന് ഇത് ഇഷ്ടമല്ല എന്നുള്ള, അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെയും ബലിയെക്കുറിച്ച് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം മുഴുവൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് കേട്ടിട്ട് തൻ്റെ പുത്രനെ ബലി കഴിക്കാൻ, കൊല്ലുവാൻ, ദൈവത്തിന് സമർപ്പിക്കുവാൻ, അവനെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് അബ്രഹാം എടുക്കുന്ന തീരുമാനം ദൈവഭയത്തിൽ നിന്നാണ്. ദൈവം എന്നോട് പറയുന്ന കാര്യം കേട്ട് അതനുസരിക്കുന്നതിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഒരർത്ഥത്തിൽ ഈ 7 കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദാനങ്ങൾ എന്നുള്ള ഓരോന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ, എന്നെക്കുറിച്ചുള്ള, ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്നതിൽ, അതെന്താണെന്ന് ബുദ്ധിയിലൂടെ തിരിച്ചറിയുന്നതിൽ, അത് അറിവിലൂടെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അറിവിലൂടെ എന്താണെന്ന് തിരിച്ചറിയുന്നതിൽ, അത് ആലോചിക്കുന്നതിൽ, അതിൽ തീരുമാനമെടുത്ത് നിലനിൽക്കുന്നതിൽ, പിതാവിനോടുള്ള പുത്രസഹജമായ ബന്ധത്തിൽ വളർന്ന് ആ ഭയത്തിൽ ജീവിക്കുന്നത്, ഇതെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാനും ദൈവവും തമ്മിലുള്ള, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ആഴത്തിൽ സഹായിക്കുന്ന ഒന്നാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്നുള്ളത്.